ബിസിനസ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ നിന്നിട്ട് നമ്മളെ ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്തു കൊടുക്കുക. അപ്പൊ അത് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്കിതില് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ടീമിനോടുള്ളത്, അതുപോലെ നമുക്ക് അവരെ എൻഡിഒ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ ഒരിക്കലും നമുക്കിതിന്ന് പിന്മാറാൻ കഴിയുന്നില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അടുത്ത കാര്യം അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ പിന്മാറാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് അടുത്ത ഡെയിലി ആക്ടിവിറ്റി അല്ലെ. നമുക്കറിയാം, നമ്മൾ 5 ആക്ടിവിറ്റി നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഫുൾ ടൈമർ ആണെങ്കിൽ 8 10 ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. നമ്മൾ പറയാം, നമുക്ക് 12 ആക്ടിവിറ്റി വരെ ചെയ്ത ദിവസങ്ങളുണ്ട്. അല്ല, രാവിലെ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, കൈ പിടിച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി 1 മണിക്കൊക്കെ വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. രാവിലെ 7 മണിക്ക് വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പൊ 7 മണിക്ക് രാവിലെ നമ്മൾ വീട്ടിലെത്തിയിട്ട് വീണ്ടും നമ്മൾ പ്രോഗ്രാമിൽ പോയ ദിവസങ്ങളൊക്കെ നമുക്കുണ്ട്. കാരണം ദൂരെ ടീം ആയതുകൊണ്ട് നമുക്ക് അത് സമയം ലിമിറ്റ് വെക്കാൻ വയ്യ. കാരണം പല സമയത്തും ആണ് നമ്മൾ എത്തുക. അതൊന്നും നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഒരിക്കലും അതൊരു വിഷമങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിരുന്ന സമയത്ത് രാവിലെ 9 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി ആവാനുള്ള ടൈം നോക്കുകയാണ് വാച്ചിൽ നോക്കുക ചെയ്യാം. കാരണം ആ ടൈം അങ്ങോട്ട് ആയി ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. പക്ഷെ ഈ ഒരു ബിസിനസ്സിലോ നമുക്ക് എത്ര സമയം എപ്പോ വേണമെങ്കിലും ചെയ്താലും നമുക്ക് മനസ്സ് മടുക്കുന്നില്ല. വീണ്ടും വേണം ചെയ്യണം എന്നുള്ള ആ ഒരു ആവേശമാണ് ഉണ്ടാവുക. കാരണം ഇതിൽ ഈ ബിസിനസ്സിൽ ആവേശമാണ്, അത് ഒരിക്കലും കെടാത്ത ഒരു ആവേശം. ആ ആവേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടാവും. കാരണം അതിൽ അച്ചീവ്മെന്റ് വരുന്നുണ്ടാവും, ടീം വരുന്നുണ്ടാവും, എല്ലാം നമ്മൾ ടൈം നോക്കാതെ ഡെയിലി ആയിട്ട് നമ്മൾ ഇറങ്ങുക. ഡെയിലി ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ നമ്മളിപ്പോ കണ്ടു, ആ കണ്ട വ്യക്തിയെ നമ്മൾ ഒരു ദിവസം കണ്ടുവന്നു. പക്ഷെ ആ കണ്ടുവന്ന വ്യക്തി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നിന്ന് സംസാരിക്കുന്നുണ്ടാവും. ആ സംസാരിച്ചിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ വ്യക്തിയുടെ അടുത്ത് പോവുക. പക്ഷെ ആ പോയിട്ട് എന്ത് കാര്യമുള്ളത്? ആ വ്യക്തി കേട്ട കാര്യങ്ങളൊക്കെ മറന്നു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ വ്യക്തി മറന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം പോയി അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് വ്യക്തി നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ കയറ്റാൻ പറ്റുക. ആ പ്രോഗ്രാമിൽ കയറ്റി കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയാലോ, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യേണ്ടത് പ്രവൃത്തി ഡെയിലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇത് ദിവസം ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ദിവസം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ ദിവസങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ നമ്മൾക്ക് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എവരി ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പെർഫെക്റ്റ്ലി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കാണാം. അപ്പൊ നമുക്ക് ദിവസം നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആളുകളെ കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിക്കുന്നുണ്ടല്ലോ. ആ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിക്കാം. കാരണം അവര് പറയും ഇത് വേണ്ട അത് വേണ്ട എന്നുള്ളത് മാറ്റി വെക്കുന്നുണ്ടോ. പക്ഷെ ആ ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ അടുത്തതാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഫാസ്റ്റ് ആണ്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റത് അങ്ങനെയല്ല, നമുക്ക് ബിസിനസ് പിന്നെ സാധാ ഒരാളുകളിലേക്ക് ബിസിനസ് എത്തിക്കുന്ന സമയത്ത് നമുക്ക് അവരെ വളർത്തി എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ചിലപ്പോ നമുക്കറിയാലോ, അൽത്താഫ് സാർ എപ്പോഴും പറയുന്നുണ്ട്, പിന്നെ സാറ് താഴെ വന്നത് കോളേജ് പ്രൊഫസേഴ്സ് ആണ്. ഷുഹൈബ് സാർ വന്നു, ഇസ്മായിൽ സാർ വന്നു. സാറിന് സിമ്പിളായി. അതെന്തുകൊണ്ട്? പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ സാറ് സെലക്ട് ചെയ്തു. അതാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അത് തന്നെയാണ് ഞാൻ അടക്കമുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്നും ചെയ്യേണ്ടത്, ഞാൻ ഈ ഒരു സിസ്റ്റം എല്ലാവരും നിങ്ങളോട് മാത്രമായിട്ടല്ല പറയുന്നത്, ഞാൻ ഞങ്ങളോട് കൂടിയാണ് പറയുന്നത്. കാരണം നിങ്ങൾ എന്ന ഒരാളിലേക്ക് ഞാൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ എന്റെ നേർക്ക് 4 വിരലാണ് ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിജയിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അവര് കൂടെ നിന്ന് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് അടുത്തത്, ഹാവ് എ മെന്റർ. നമുക്കറിയാം മെന്റർ അല്ലെ, നമുക്ക് ഈ ഒരു ബിസിനസ് ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്രോയിങ് അപ്ലയൻസ് ആയിട്ടുള്ള വിജയിച്ച ലീഡേഴ്സിന് നമുക്ക് മെന്റർ ആയിട്ട് വേണം അല്ലെ, ഒരു ഗുരു. അത് വേണം. ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ചാനലായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം മെന്ററോട് ചോദിച്ചിട്ട് നമ്മൾ ചോദിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിച്ച് തന്നെ ചെയ്യണം. അല്ല, അവർക്കാണ് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പവറും ഒക്കെ അവർക്കേ ഉള്ളൂ. പക്ഷെ നമുക്കത് അറിയുന്നില്ല. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു കാര്യം മുന്നോട്ട് എടുത്തു വെക്കണമെങ്കിൽ അവര് എടുത്തു വെച്ച കാര്യം എങ്ങനെയാണ് അവർ എടുത്തു വെച്ച കാര്യം അത് നമ്മൾ അറിയണം, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പം അവരോട് ചോദിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് വിജയിക്കാനും അത് തന്നെയാണ് ആവശ്യം. അപ്പൊ മെന്റർ എന്താണ് പറയുന്നത്, അതുമ്പോ ഈ ബിസിനസ്സിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ചെയ്യാൻ.
അങ്ങനെ നമുക്ക് പെട്ടെന്ന് വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അത് തന്നെയാണ്. അതുപോലെ ഏൺ വീക്ക്ലി മന്ത്ലി ഇൻകം അല്ലേ, പിന്നെ ഇൻകം, അതുപോലെ നമുക്ക് ഇൻകത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഇൻകത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു നമുക്കറിയാം, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ചെയ്യേണ്ടത് കിട്ടേണ്ടത് നമുക്ക് വരുമാനമാണ്. നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് വരുമാനമാണ്. അപ്പൊ നമുക്കറിയാം, വരുമാനത്തെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് കിട്ടേണ്ട കാര്യമാണ് വരുമാനം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വരുമാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് പെട്ടെന്ന് വിജയിക്കാനും അച്ചീവ്മെന്റ് ചെയ്യാനും ഓരോ റാങ്കുകൾ കിട്ടാനും, അതുപോലെ ഓരോ ആഴ്ച വരുമാനമായാലും എസ് ടി ബോണസ് ആവട്ടെ, അതുപോലെ പിന്നെ മന്ത്ലി വരുമാനം ആവട്ടെ, എല്ലാം. അപ്പൊ നമുക്കറിയാം, പിന്നെ ആഴ്ചകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒക്കെ നമുക്ക് ആഴ്ച വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ആ ഒരു ഇൻകത്തെ പോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് മാസ വരുമാനം. അതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും നമുക്ക് മാസ വരുമാനമായിട്ട്. അപ്പൊ മാസത്തിൽ കിട്ടുന്ന വരുമാനം അതിനേക്കാൾ കൂടുതൽ, വീക്കിലേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് പെർഫോമൻസ് ബോണസ്, നമുക്കറിയാം പെർഫോമൻസ് ബോണസിന് കിട്ടുന്നുണ്ട്, വരുമാനമുണ്ട്. അതുപോലെ ലോയാലിറ്റി ഉണ്ട്, എല്ലാം റീപർച്ചേസ് ബോണസ്, അങ്ങനെയൊക്കെ വരുന്ന വരുമാനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് ചെയ്യേണ്ടത് എന്താ, പ്രോഗ്രാംസുകളാണ്. അപ്പൊ നമുക്കറിയാം, ഓരോ പ്രോഗ്രാംസുകളും ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാംസുകളും ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, പിന്നെ അത്തഫ് സാറ ടീമിലും പിന്നെ നിഷാദ് സാറ ടീമിലും, അതുപോലെ നമ്മുടെ മെന്റർ സ്മാൽ സാറൊക്കെ ഞങ്ങളെല്ലാരും കൂടെ ഒരു പ്രോഗ്രാം ഒക്കെ വെക്കുന്നുണ്ട്. മെഗാസാഗ എന്നുള്ള വലിയ വമ്പൻ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രോഗ്രാമിന്റെ ഈ ഒരു ബിസിനസിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഈ പ്രോഗ്രാംസുകളിലൂടെ ആണ് നമുക്ക് ബിസിനസ് വളർത്താൻ പറ്റുന്നുള്ളൂ. അതാണ് നമ്മൾ ഓരോ ബിസിനസിന്റെ പ്ലാൻ ഡെയിലി നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് ബിസിനസിന്റെ പ്ലാൻ കാണിക്കുന്നുണ്ട്. ആ പ്ലാൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഇത്രയും ആളുകൾ ചെയ്യുന്ന ബിസിനസ് ആണല്ലോ, ഇത്രയും ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഈ സാധാരണക്കാരായ ആളുകളും ഈ ഒരു വരുമാനം വാങ്ങുന്നുണ്ടല്ലോ എന്നുള്ളത് കണ്ടു കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു തീരുമാനം എടുക്കും. അതിന് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ, ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടും എനിക്ക് ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ, അല്ലെ ഇത്രയല്ലേ ഞാൻ നേടിയിട്ടുള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10 വർഷമോ 20 വർഷമോ ചെയ്താലും എനിക്ക് ഇത്രയല്ലേ കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൂടാ എന്നുള്ള ആ ഒരു ചിന്ത വരുന്നത് എപ്പോഴാ, പ്രോഗ്രാമിൽ എത്തുന്ന സമയത്താണ്. അപ്പൊ പ്രോഗ്രാമിലേക്ക് കയറ്റുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ബിസിനസിന്റെ വിജയം. അപ്പൊ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഒന്നും കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ ടിക്കറ്റ് ക്യാഷ് അത്ര ഇത്ര ഒന്നും പറയാതെ, കാരണം നമ്മൾ ഈ ഒരു പ്രോഗ്രാം പല സമയത്തും നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മൾ പല സമയത്തും എറണാകുളത്തൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അതൊന്നും നിഷ്പ്രയാസമായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ കാലിന്റെ അടിയിലാണ് പ്രോഗ്രാം ഉള്ളത്. അങ്ങനെ ഓരോ വലിയ വലിയ പ്രോഗ്രാമുകളും നമ്മളിപ്പോ മലപ്പുറത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വിജയിക്കാൻ പറ്റും നമ്മുടെ അടുത്ത പ്രോഗ്രാം ആയതുകൊണ്ട്. അതുകൊണ്ട് ദൂരേക്കൊന്നും പ്രോഗ്രാമിന് പോകണ്ട, നമുക്ക് വണ്ടിക്കൂലി ഒരുപാട് ചെലവ് വരുന്നില്ല, ടിക്കറ്റിന്റെ ക്യാഷ് മാത്രമേ വരുന്നുള്ളൂ. അതും ചെറിയ ചെറിയ ക്യാഷിലായിട്ടേ വരുന്നുള്ളൂ. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ലീഡേഴ്സൊക്കെ ഒരുപാട് ദൂരേക്ക് വലിയ ടിക്കറ്റുകളൊക്കെ എടുത്തിട്ട് വലിയ ട്രെയിനിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവർ വിജയിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ പ്രോഗ്രാം ഒന്നും അല്ല, ഈ ടിക്കറ്റ് ഒന്നും അല്ല, ക്യാഷ് ഒന്നും അല്ല എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, പ്രോഗ്രാമുകളിലൂടെ മാത്രമാണ് ഈ ഒരു ബിസിനസിനെ നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പൊ ഓരോ പ്രോഗ്രാമും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ നഷ്ടം തന്നെയാണ്. കാരണം അത്രയും നല്ല ക്ലാസ്സുകളാണ് പ്രോഗ്രാമിലൂടെ കിട്ടുന്നത്. ഓരോ പ്രോഗ്രാമുകളിലും കിട്ടുന്ന ക്ലാസ്സുകൾ ഓരോ വ്യത്യസ്തമായ രീതി ആയതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്താതെ, ഒരു ലീഡേഴ്സും ഒരു പ്രോഗ്രാമും നഷ്ടപ്പെടുത്താതെ, ലീഡേഴ്സ് പറയുന്ന സമയത്ത് ലീഡേഴ്സ് നമുക്ക് വേണ്ടി വിജയിക്കാൻ വേണ്ടി നമുക്ക് വെച്ച് തന്നിട്ടുള്ള ഓരോ പ്രോഗ്രാമുകളും അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ എല്ലാവരും അവിടെ എത്തി നമുക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ലീഡേഴ്സ് പറയുന്നെങ്കിൽ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിൽ എത്തണം എന്നാണ്. ഒരു സമയത്ത് നമുക്ക് ആ പ്രോഗ്രാമിൽ എത്താൻ എഴുതി നടക്കാൻ പറ്റുന്നില്ലാത്ത സമയത്ത് നമുക്ക് പ്രോഗ്രാമിൽ എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ വോയിസ് കേട്ടെങ്കിലും അത് മനസ്സിലാക്കണം. അവര് എടുത്ത ക്ലാസ് എന്താണ്, ഇന്ന് എന്താണ് അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്, അത് കേൾക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവണം. ഇന്ന് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലല്ലോ, എന്തായിരിക്കും ഇന്ന് അവിടെ സാറ് സംസാരിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ഇന്ന് അവിടെ കിട്ടിയിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള ഈ ഒരു ത്വര നമുക്ക് മനസ്സിലുണ്ടാവണം. ആ ഒരു ആവേശം നമുക്ക് കത്തി നിൽക്കുന്ന ഒരു ആവേശം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്തെ നമുക്ക് ഈ ബിസിനസ്സിൽ എത്തി നമുക്ക് നമ്മളെ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്കത് പറ്റുള്ളൂ. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് ടീമിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ സക്സസിലേക്കും എത്തിപ്പെടാൻ പറ്റുള്ളൂ.
ബിസിനസിന്റെ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിലൂടെ നമുക്ക് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ ബിസിനസിനെ കൊണ്ടുപോകാനും കഴിയും. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ സെഷൻ നമുക്കറിയാം. പിന്നെ എൻഡിഒകൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് BOPകള്, ഇങ്ങനെ ഈ എൻഡിഒകളിലൊക്കെ നമുക്ക് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പുതിയ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം പ്ലാനും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തി ഓരോ രീതിയിലും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ചേർത്ത് നിർത്തി മനസ്സിലാക്കി കൊടുത്തും ഒക്കെയാണ് നമ്മൾ ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് അവരൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമുക്കറിയാം താഴെ തട്ടിലേക്കാണ് ഡെപ്ത് ബിൽഡാണ് നമ്മൾ ചെയ്യുന്നത്. താഴെ തട്ടിലേക്കാണ് നമ്മൾ ഈ ബിസിനസിനെ കൊണ്ടുപോവുക. കാരണം താഴെ തട്ടിൽ നിന്ന് ബിസിനസ് ഡെവലപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് മുകളിലേക്കുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ താഴെ തട്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള ആളുകളിലേക്ക് നമുക്ക് ലീഡർഷിപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ NGO ഒക്കെ എടുക്കുന്ന സമയത്ത് NGO എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകം പ്ലാനും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. ഇൻകം പ്ലാൻ മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടി സിസ്റ്റം മനസ്സിലാക്കി കൊടുക്കുക. അതോടുകൂടി തന്നെ നമ്മൾ ബുക്ക് വായിക്കാൻ വേണ്ടി പറയാം. ബുക്കുകൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് വിജയിച്ച ലീഡേഴ്സിന്റെ ബുക്ക് ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ ലീഡേഴ്സും വായിച്ചിരിക്കേണ്ട പുസ്തകം ഏതാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട പുസ്തകം ഇതാണ്, ഇത് നിങ്ങൾ വായിക്കും. ഇത് വായിച്ചതിന് ശേഷം നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ലീഡേഴ്സും വരുന്ന സമയത്ത് അവരെ പുസ്തകങ്ങൾ വായിപ്പിക്കാൻ വേണ്ടി ശീലിപ്പിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഓരോ ബിസിനസ്സിലും ഓരോ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് BOPകൾ നമുക്ക് ചെറിയ ചെറിയ BOPകൾ അറ്റൻഡ് ചെയ്യിക്കണം. ഇങ്ങനെ ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യിക്കാൻ സിസ്റ്റം പ്രകാരം അവരെ മെല്ലെ അവരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനും സിസ്റ്റം പ്രകാരം അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയണം. അപ്പൊ സിസ്റ്റത്തിൽ നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോ സമയത്തും നമ്മൾ വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അവരെ പ്രോഗ്രാമിൽ എത്തണം എന്ന് പറയുന്ന സമയത്ത് എത്തിയിട്ടില്ലെങ്കിലും അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ ചിലപ്പോൾ ഫുൾ ടൈമർ ആയിരിക്കില്ല, ചിലപ്പോൾ പാർട്ട് ടൈമർ ആയിരിക്കും, അവരെ വർക്കിനനുസരിച്ചായിരിക്കില്ല നമ്മുടെ പ്രോഗ്രാം. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന് അനുസരിച്ച് അവരെ വർക്ക് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഈ ബിസിനസ്സിൽ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാത്ത ആളുകളായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അവർക്ക് ചിലപ്പോൾ രാവിലത്തെ I+ മീറ്റിംഗ് കേൾക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും. ചിലപ്പോ മിക്ക ആളുകളും ചിലപ്പോ രാവിലെ വർക്കുള്ള ആളുകളായിരിക്കും, എനിക്ക് I+ മീറ്റിംഗ് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വോയിസ് എങ്കിലും വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമുക്കത് വീഡിയോ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഓരോ ആളുകളെയും ചിലപ്പോ എല്ലാ കാര്യത്തിലും സെറ്റ് ആയിരിക്കും, രാവിലത്തെ I+ മീറ്റിംഗ് കാണാൻ പറ്റാത്ത ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അവർക്ക് ഏത് രീതിയിലാണ് നമുക്കിത് എത്തിച്ചു കൊടുക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കി എത്തിച്ചു കൊടുക്കുക. ഓരോ പ്രോഗ്രാമും ഒരാൾക്ക് നമ്മൾ വന്ന വ്യക്തിക്ക് പ്രോഗ്രാം മിസ്സാവുന്നുണ്ടോ, അത് അവർ കയറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ രാവിലത്തെ I+ മീറ്റിങ്ങിന് എല്ലാ ആളുകളും കയറുന്നുണ്ടോ, അത് കയറിയതിനു ശേഷം എന്റെ ടീമിൽ നിന്ന് എത്ര ആളുകൾ കയറി, ആ കയറിയ ആളുകളിൽ നിന്ന് മറ്റേ ആളുകൾ കയറിയിട്ടില്ലല്ലോ, അങ്ങനെയുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഈ ബിസിനസ്സിനെ ഒരു ബുദ്ധിമുട്ടായി കാണുന്നത് നമ്മളത് സിസ്റ്റപ്രകാരം പോവാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മൾ രാവിലത്തെ I+ മീറ്റിംഗ് അല്ലെങ്കിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് അവരെ കയറുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് അവരെ വിളിക്കാൻ പറ്റുന്നുണ്ടോ, ഈ ക്ലാസ്സിന് മുന്നേ നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടോ, അവർ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കയറിയിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് കയറാത്തത്, എന്തുകൊണ്ടായിരിക്കും അവർക്ക് കിട്ടാത്തത്, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കാണണമെങ്കിൽ നമുക്ക് I+ മീറ്റിംഗിൽ അവരെ കയറ്റാൻ പറ്റും. അത് ഓരോ ദിവസം നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്ന ആളുകൾക്കൊക്കെ നമ്മൾ Zoom സെറ്റാക്കി കൊടുത്ത് ലിങ്ക് വിട്ടുകൊടുത്ത് അവർ കയറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഈ ബിസിനസ് മനസ്സിലാക്കാൻ പറ്റും. അത് കാരണം ഇത് രാവിലെ വീട്ടിലിരുന്ന് കേൾക്കേണ്ട ക്ലാസ് ആണ്. ആ വീട്ടിലിരുന്ന് കേൾക്കേണ്ട ക്ലാസ് അവർക്ക് അത് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ബിസിനസ്സിലേക്ക് വരാനും ഇങ്ങനെയുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും അവർക്ക് പറ്റും. കാരണം ഈ ക്ലാസ്സിലെ ഓരോ ലീഡേഴ്സും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുക. കാരണം ആ ഒരു പോയിന്റിൽ പിടിച്ച ചിലപ്പോൾ ഒരു ഡ്രീംസോ ചിലപ്പോൾ അച്ചീവ്മെന്റുകളോ എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഇങ്കായിരിക്കും. അപ്പൊ അതിൽ അവർക്ക് കേട്ട് മനസ്സിലാക്കി അവർക്ക് അത് വേണം എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് ചെയ്യണം എന്നുള്ള ആ രീതിയിലേക്ക് വരും. GTS പല ആളുകളും പറയുന്നുണ്ട്, GTSലേക്ക് വിളിച്ചിട്ട് വന്നിട്ടില്ല, വരാന്ന് പറഞ്ഞു വന്നിട്ടില്ല, എത്താന്ന് പറഞ്ഞതാണ് എത്തിയിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇത് വീട്ടിൽ നിന്ന് കേൾക്കേണ്ട ഒരു ക്ലാസ് അല്ലേ. അപ്പൊ ആ വീട്ടിൽ നിന്ന് കേൾക്കേണ്ട ക്ലാസ് അവരെ കേൾപ്പിക്കണം നമ്മൾ നിർബന്ധമായിട്ടും. അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഒരു വിളി മാത്രമേ ഉള്ളൂ. ഒരു വിളി രാവിലെ നമുക്ക് തലേ ദിവസം തന്നെ നമ്മൾ വിളിച്ച് സെറ്റാക്കിയിരിക്കണം. അതുപോലെ രാവിലെ ഒരു വിളി,
നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മൾ എല്ലാവർക്കും ഒന്ന് വിളിച്ചിട്ട് അവരെ വിളിച്ച് കേൾക്കണം, നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലേ, പിന്നെ വീണ്ടും വിളിക്കണം, കയറിയോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കയറിയോ എന്നുള്ള വിളി. ആ വിളിയാണ് നമ്മുടെ കുറവ് വരുന്നത്. ആ വിളി കുറവ് വന്നാൽ നമ്മളിവിടെ ഹൈപ്ലേസ്മെന്റിലെ ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വിളിച്ച് നമ്മൾ ദിവസം കാണുന്ന ആളുകൾ, ആ ആളുകൾ കണ്ടോ, അവർക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല, ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് കയറാൻ പറ്റിയോ, നിങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ കണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസിനെ പെട്ടെന്ന് സക്സസ് ആക്കാൻ പറ്റും. കയറാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. പുതിയ ആളുകളാണെങ്കിൽ അവർക്ക് കയറാൻ ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോ അയ്യോ എനിക്ക് മറന്നുപോയി. കാരണം പുതിയ ആളുകളാണ് 7 മണിയാകുമ്പോൾ അവർക്ക് ഓർമ്മ കിട്ടില്ല. പക്ഷെ ഒരു 3-4 ക്ലാസ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയാം അന്ന് ക്ലാസ് ഉണ്ടല്ലോ. ആ ഒരു ഇത് നമ്മളെ മൈൻഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരിത് വിടില്ല. കാരണം നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളെ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്ത സമയത്തൊന്നും നമുക്കിത് ഓർമ്മ ഉണ്ടാവാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളെ വിളി വരുമ്പോ പെട്ടെന്ന് നമ്മളതിൽ കയറും. ആ കയറി കഴിഞ്ഞാൽ ഒരു 3-4 ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അറ്റൻഡ് ചെയ്യും. GTS ആണെങ്കിൽ അങ്ങനെ തന്നെയാ. നമുക്ക് GTS ഇപ്പൊ എന്താ, ഒരു ഹരാണ്, ഒരു കല്യാണ വീടാണ് നമുക്ക് GTS. ആ ദിവസം ആയി കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണത്തിന് പോണ പ്രതീതിയോട് കൂടിയാണ് നമ്മൾ പോവുക. കാരണം നമുക്ക് കല്യാണങ്ങളൊന്നും കല്യാണമല്ല, ഇവിടെയാണ് GTS ആണ് നമുക്ക് കല്യാണം. അപ്പൊ അവിടെ എത്തണം, ആളുകളെ കാണണം, അവരെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിക്കണം. പിന്നെ നമ്മളെ ടീമിൽ എത്ര ആളുകൾ വന്നു, ഇതൊക്കെ നമ്മൾ ആവേശത്തോട് കൂടി കാണുന്നതൊക്കെ നമ്മൾ GTS-ലാണ്. അപ്പൊ അതേപോലെ എല്ലാ പ്രോഗ്രാമും മിസ് ചെയ്യരുത്. ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ വന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാമും മിസ് ചെയ്യരുത്. കാരണം ആ പ്രോഗ്രാം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, നമുക്കിത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം മസ്റ്റാണ്. അതുകൊണ്ട് പ്രോഗ്രാമുകൾ ഒരിക്കലും നമ്മുടെ ദീപക് ബജാജിന്റെ ബുക്കിൽ തന്നെ പറയുന്നത് അതാ, ഒരു പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ സ്പോട്ടിൽ അടുത്ത പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നു, അവരടുത്ത ഹാള് ബുക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാമിലൂടെ ഈ ബിസിനസ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. കാരണം അവര് വിജയിച്ച ലീഡേഴ്സാണ്, അവർക്കത് അറിയാം. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് എന്നും പ്രോഗ്രാം ആണോ, എന്നും പ്രോഗ്രാമിന് പോണോ, എന്നും ടിക്കറ്റ് സെല്ല് ചെയ്യണോ എന്നുള്ള ആ ചോദ്യങ്ങൾ പറയുന്ന സമയത്ത് അത് നമ്മളെ തന്നെ ബേക്കിലേക്ക് നിർത്തുന്ന അവസ്ഥയാണ്. നമ്മൾ നമ്മളെ ബേക്കിലേക്ക് കൊണ്ടുപോവാണ് ഈ ബിസിനസ്സിൽ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആ ചിന്താഗതിയോട് കൂടിയാണ് നമ്മൾ ഈ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡേഴ്സ് എന്താണ് പറയുന്നത്, അവര് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, ആയിക്കോട്ടെ, നമുക്ക് പ്രോഗ്രാമിന് പോകണം, നമ്മളെ ടീമിനെ കൊണ്ടുപോകണം, നമ്മളെ ടീമിൽ മാക്സിമം ആളുകളെ കയറ്റണം. എത്ര ആളുകളെ നമുക്ക് കയറ്റാൻ പറ്റുന്നോ അത്രയും ആളുകളെ നമുക്ക് അവിടെ കയറ്റണം. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യണം, അവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം. പിന്നെന്താ, പിന്നെയും നമുക്ക് ഉത്തരവാദിത്തം കൂടുന്നു, വീണ്ടും നമ്മൾ സിസ്റ്റത്തിലേക്ക് വരുന്നു, ആ സിസ്റ്റം വീണ്ടും നമ്മൾ പാലിച്ചുകൊണ്ടേ നമ്മൾ കൊണ്ടുപോകുന്നു. ആ ആളുകളെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിക്കുന്നു, പിന്നെ വീണ്ടും നമ്മൾ അവരെ കൂടെ കൂട്ടി എല്ലാ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ടീം വലുതാവുകയല്ലേ. ആ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടുന്നില്ലേ, അതിനനുസരിച്ച് നമുക്ക് റാങ്ക് കൂടുന്നില്ലേ, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് പിന്നെ നമുക്ക് പ്രോഗ്രാമിന് കണ്ണ് ചെമ്മി നമ്മൾ പ്രൊമോട്ട് ചെയ്യാം, കണ്ണ് ചെമ്മി പ്രൊമോട്ട് ചെയ്യാം. ഈ പ്രോഗ്രാം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സീറോയിൽ നിന്ന് നിൽക്കുന്ന ആളെ ഈ പ്രോഗ്രാമിന് എന്താണ് ഈ സെഷനിൽ വരാൻ പോണത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്കറിയാലോ. ഏകദേശം നമുക്ക് ഇത്രയും സെഷൻ നമ്മൾ കേട്ടു കണ്ടു, അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നമുക്കറിയാം എന്തായിരിക്കും അവിടെ സാറ് പറയാൻ പോകുന്നത്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. നമുക്കൊരു വർഷത്തിൽ ഒരു പ്രോഗ്രാമേ കിട്ടുന്നുള്ളൂ. ആ ഒരു വർഷത്തിൽ ആ ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ. അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം കേട്ടതിനേക്കാൾ കൂടുതൽ മാറ്റിമറിച്ച ഒരു പ്രൊജക്റ്റാണ് ഇത് എന്നുള്ള പറഞ്ഞ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് തന്നെ തോന്നും എങ്കിലും കൂടി ഞാനൊന്ന് കേട്ട് നോക്കട്ടെ എന്നുള്ള ആ രീതിയിലായിരിക്കും. നമുക്കറിയാം, ഓരോ ടിക്കറ്റിന്റെ ക്യാഷ് നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫാൻസിയിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ചെലവാക്കുന്ന ക്യാഷ് വരുന്നില്ല നമുക്ക് ഇന്നൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ. കാരണം പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു ബിസിനസ്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്യാഷ് ചെലവാക്കുന്നു, ആ ക്യാഷിന്റെ ഒരു പകുതി, ഒരു 1/4 ഭാഗം പോലും ആകുന്നില്ല നമ്മുടെ ടിക്കറ്റിന്റെ ക്യാഷ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മറിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ തലമുറ സെക്യൂർഡ് ആക്കാൻ വേണ്ട ഒരു ബിസിനസ്സിന് നമ്മൾ എത്ര പൈസ ചെലവാക്കിയാലും നമുക്ക് മതി വരില്ലല്ലോ. കാരണം എന്താ, നമ്മൾക്ക് അത്ര ഒരു കാര്യങ്ങളാണ് നമുക്ക് അവിടുന്ന് കിട്ടാനുള്ളത്. അത്ര നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമല്ലേ അത്. എത്രയോ നമ്മൾ ചെലവാക്കി കഴിഞ്ഞു, എത്രയോ നമ്മൾ ആവശ്യമില്ലാത്ത ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഈ ക്യാഷിനൊന്നും നമ്മൾ കണക്ക് പറയാതെ നമ്മുടെ ടിക്കറ്റിന്റെ ക്യാഷിന് മാത്രം നമ്മൾ കണക്ക് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്നും പുറകിൽ നിൽക്കേ ഉണ്ടാവുള്ളൂ.
വിജയിച്ച ആളുകൾ വിജയിക്കുന്ന ആളുകളും മുന്നോട്ട് തന്നെ പോകുന്നുണ്ടാവും. നമ്മൾ പിറകിൽ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വിജയിച്ചേ പറ്റൂ. 100% നമുക്ക് ഇതിൽ നിന്ന് വിജയിക്കാനും എല്ലാവർക്കും വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ SPG ഫൗണ്ടേഴ്സ് ഫാമിലി ആയിട്ടുള്ള മനോജ് സാറിനും ലതാ മാഡത്തിനും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കാരണം അവരുടെ ഒരുപാട് സെഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഡ്രീം സെഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ലീഡേഴ്സിനും ഈ ഒരു അവസരത്തിൽ, അതുപോലെ നിഷാന്ത് സാറ്, അൽത്താഫ് സാറ്, എല്ലാ ലീഡേഴ്സിനും, ആയിഷ മാഡം, എല്ലാ ലീഡേഴ്സിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു രാവിലത്തെ ഈ ഒരു സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡേഴ്സ് അടുത്ത ദിവസം തന്നെ നമുക്ക് മിക്കവാറും നമ്മുടെ മെന്റർ ഇസ്മായിൽ സാർ തന്നെ ആയിരിക്കും നമ്മുടെ അടുത്ത സെഷൻ. നമുക്കറിയാം നമ്മുടെ സാറിന്റെ സെഷൻ, ഓരോ സെഷനും നമുക്കറിയാം അത്രയും മനസ്സിലാക്കാനുള്ള, അത്രയും വാല്യബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഓരോ സെഷനിലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഓരോ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ അറിവുകളും വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റുകളും അതിങ്ങനെ പറയണം, അതങ്ങനെ ചെയ്യണം എന്നുള്ള ഓരോ പോയിന്റുകളും അതാത് സമയത്ത് തന്നു കൊണ്ട് തന്നെയാണ് ഈ ഒരു ഇങ്ങനെ ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കാനും, അല്ലെങ്കിൽ ഒരു മൈക്കെടുത്ത് സംസാരിക്കാനും, അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കാനും, എങ്ങനെയാ സെൽഫി എടുക്കണത് ഇതുവരെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സാർ ഓരോ സെഷനിലും. അങ്ങനെ ഓരോ പോയിന്റുകളും പറഞ്ഞു വന്ന് മനസ്സിലാക്കി തന്നൊക്കെ ഊട്ടി ഉറക്കി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കൊണ്ട് ഇന്നിങ്ങനെ സംസാരിക്കാനൊക്കെ നമുക്ക് പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ സാറിന്റെ നല്ലൊരു പവർഫുൾ സെഷൻ തന്നെ ആയിരിക്കും നാളെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളെ നമ്മൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് കയറ്റാൻ പറ്റുകയാണെങ്കിൽ, ആ ഒരു അറിവിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി കൊടുത്താൽ, നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയാൽ, അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് തന്നെയല്ലേ വളരാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോ സെഷൻ വരുന്ന സമയത്തും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളാണ്, ഓരോ ലീഡേഴ്സിന്റെ പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹൈ പ്ലേസ് മീറ്റിംഗ് രാവിലെ കിട്ടുന്ന ആ ഒരു വെറും വയറ്റിൽ കിട്ടുന്നത് എന്ന് പറയാം. നമുക്കറിയാം വെറും വയറ്റിൽ കഷായം കുടിക്കാന്ന് പറയില്ലേ, ആ ഒരു പെട്ടെന്ന് നമുക്ക് ശരീരത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് മൈൻഡിലേക്ക് കയറ്റാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ ഫുഡാണ് രാവിലെ കൊടുക്കുന്ന ബ്രെയിൻ ഫുഡാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ആളുകളെയും ഈ ഒരു ഹൈ പ്ലേസ് മീറ്റിംഗിൽ നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റണം. നമ്മൾ മടിച്ചു നിൽക്കരുത്, ഒരു ദിവസം പോലും നമ്മൾ വിളിക്കാൻ മടിച്ചു നിൽക്കരുത്. അത് അവര് കയറിക്കോളും, അത് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം അവർ പുതിയ ആളുകളാണ്. എല്ലാ ആളുകളും വന്നു കഴിഞ്ഞാൽ ഒരു 4-5 സെഷൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് കയറിക്കോളും. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം കുറയുന്നില്ല. എന്നാലും നമ്മളത് വിളിച്ച് ചോദിച്ച് കൊണ്ട് തന്നെ നിൽക്കണം. അപ്പൊ ഈ രാവിലത്തെ ഈ ഒരു സെഷൻ കേട്ട എല്ലാ ലീഡേഴ്സിനും, എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനും ആവട്ടെ, എല്ലാ ക്രോസ് ലൈൻ ലീഡേഴ്സിനും എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഓക്കെ, താങ്ക് യു.